ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ. ഹേ നവീൻ, ഇതെന്തു പറ്റി? വല്ലാത്തൊരു ചേഞ്ച്. എന്ത് ചേഞ്ച്? ആസ് യൂഷ്വൽ ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെയല്ലേ? ഏയ്, കഴിഞ്ഞ ദിവസം താൻ എന്നോട് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. എന്താ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. എന്താണ്? എനിക്കൊന്നുമില്ല. ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. എന്തോ ഒരു കുഴപ്പം പിടിച്ച ചിന്ത മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. എന്താ മോളെ, അഭിനയിക്കാൻ പോയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ? സുനന്ദേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്ന ആ രംഗം ഏതാന്ന് എനിക്ക് മനസ്സിലായി. ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് വീണതല്ലേ? പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെയാ. ആദ്യമായിട്ട് തൊടുന്ന പുരുഷൻ അവരുടെ മനസ്സിന് പോവില്ലെന്നേ. അയ്യേ, എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ മനസ്സിനെ സുഖിച്ചിട്ട് ഓർത്തതൊന്നുമല്ല. അങ്ങനെ സംഭവിച്ചു പോയതില് എനിക്ക് അറപ്പായിട്ടാ. പിന്നെ പിന്നെ ഒരാളുടെ മുഖത്തെ വെറുപ്പും അറപ്പൊക്കെ കണ്ടാലേ എനിക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ലല്ലോ. സുനന്ദേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ചെക്കൻ മനസ്സിലെങ്ങാനും കയറി പറ്റിയോ? അയ്യേ, അയാളോ? ഞാൻ പറഞ്ഞല്ലോ അയാളെ പറ്റി. നാട്ടിലെനിക്ക് അസലായിട്ട് പണി തന്ന ആളാ. അയാൾക്കെന്റെ മുഖം തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അറിയാമായിരുന്നെങ്കിൽ അതേ മുകളിൽ ഒരുത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോ അയാൾക്ക് മനസ്സിലാവായിരുന്നില്ലേ? അത് മാത്രല്ല, അയാളൊരു കോടീശ്വരൻ. അയാളുടെ ജീവിതം വേറെ, സ്വപ്നങ്ങള് വേറെ. അതിന്റെ ഇടയില് ഞാനിനി അയാളെ ആലോചിക്കാത്ത കുറവേ ഉള്ളൂ. എന്നാലും ആള് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ? അല്ല, എന്ന് മുതലാ സുനന്ദേച്ചി ദല്ലാള് പണി തുടങ്ങിയത്? എന്ത് ദല്ലാള് പണി? ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ദല്ലാള് പണി എന്നാ പറയാ. ഓരോ ചോദ്യം കൊണ്ട് വന്നിരിക്കുന്നു. ഗോപാലമാമയോട് പറഞ്ഞിട്ടേ നല്ലത് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. മാറി കിട്ട്. ആഹാ, അത് കൊള്ളാലോ. ഇതുവരെ എടുത്തു വെച്ചില്ലേ? അത് പിന്നെ നീ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. നെറ്റ് ഒരുപാട് കേറിയിട്ടുണ്ടോ? അതെ, അതിൽ തന്നെ നോക്കിയിരുന്നാലേ അങ്ങനെ പലതും തോന്നും. എന്നാലും ഞാൻ സമ്മതിച്ചു കേട്ടോ. കൃഷ്ണയ്ക്ക് സിറ്റിയിലാ ജോലി. അവിടെ നിന്നൊരു പയ്യനെ നോക്കിയാ പോരെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതിനു മുന്നേ ബ്രോക്കറെ വിളിച്ചു പറഞ്ഞു. ആളെ സംഘടിപ്പിച്ച് ഇതാ കൊണ്ടുവരികയും ചെയ്തു. ചെക്കനവിടെ ഏതോ വലിയ കമ്പനിയിലാണെന്നാ പറഞ്ഞേ. സിറ്റി തന്നെ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്. അത് നല്ലൊരു കാര്യല്ലേ? രാവിലെ കൃഷ്ണ വിളിക്കുമ്പോഴേ ഞാൻ പറയാം. ദേ, കൊല്ലും നിന്നെ ഞാൻ. അവളെ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ തന്നെ അതിനെതിര് പറയും. എല്ലാം അന്വേഷിച്ച് കാര്യത്തോടടുക്കുമ്പോ അവളോട് പറഞ്ഞാ മതി. അല്ലാണ്ട് പറയൂ നീ? ഞാൻ പറയുന്നില്ലേ. അല്ല, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇതാ കഴിഞ്ഞമ്മേ. നീയേ ആ അലമാരിയില് ഒരു ചെറിയ പെട്ടി ഇരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുക്ക. ചെക്കനെ അതിനകത്തിട്ട് പൂട്ടാനാ? ദേ, പറഞ്ഞ അത് ചെയ്യടി പെണ്ണെ. അമ്മേ, എന്താ മോളെ? ഇതാണോ അമ്മേ? ആ, അത് തന്നെ. അതിങ്ങ് കൊണ്ടുവാ. നീ അത് തുറക്ക. ഇത് എവിടുന്നാമേ? ഞാൻ ഇതുവരെ ഇതിവിടെ കണ്ടിട്ടില്ലല്ലോ. നിന്നെന്നല്ല, ഞാൻ അവളെ പോലും ഇത് കാണിച്ചിരുന്നില്ല.
അവളെ എങ്ങാനും ഇത് കാണിച്ചിരുന്നെങ്കിലേ ഇതിപ്പോ ഇവിടെ ഇരിക്കുമായിരുന്നോ? എന്റെ ആശുപത്രി ചെലവിനും മരുന്നിനും ഒക്കെ വേണ്ടി എന്നെ ഇത് പോയേനെ. കാത്ത് കാത്ത് ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതേ അവളുടെ കല്യാണത്തിന് അവക്ക് കൊടുക്കാനാ. എന്നെ കൊണ്ടാവുന്നത് ഇതൊക്കെയാ. ഇത് കൊടുക്കുമ്പോ കൃഷ്ണ എന്തായാലും ഞെട്ടും. ഇങ്ങനൊരു കാര്യം സൂക്ഷിച്ചു വെക്കുമെന്ന് അവള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അവള് സ്വപ്നത്തിൽ കണ്ടാലും പ്രശ്നമാ. സ്വപ്നത്തിൽ നിന്ന് അവൾ എടുത്ത് വെക്കും. എനിക്ക് വേണ്ടി തന്നെയാ. എന്നാലും ഇത് കൈവിട്ടു പോകാൻ പാടില്ല. ദേ, ചിലപ്പോ ഞാൻ വയ്യാണ്ടാകും, ആശുപത്രിയിലാകും. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇരിപ്പുണ്ടെന്ന് നീ കൃഷ്ണനോട് പറയല്ലേ, കേട്ടല്ലോ? ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞത്? കിടന്ന കിടപ്പില് ഞാനെങ്ങാനും ചത്തുപോയാല് ഇതാരെങ്കിലും അവളോട് പറയണമല്ലോ. അതാ നിന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ മോളുടെ കല്യാണത്തെ പറ്റി ആലോചിക്ക്, അത് നടത്തുന്നതിനെ പറ്റി ചിന്തിക്ക്. അല്ലെങ്കിൽ മരിക്കുന്നതിനെ പറ്റി ചിന്തിക്ക്. അല്ലാതെ ഇത് രണ്ടും കൂടി പറഞ്ഞാലുണ്ടല്ലോ. നീ പിണങ്ങാതടി. ശരി, നമുക്കെന്നാലേ അവളുടെ കല്യാണത്തെക്കുറിച്ച് പറയാം. അതെ, ഈ ചെറുക്കന്റെ പേരെന്താന്നറിയോ നിനക്ക്? വിനയനെന്നല്ലേ? പേരില് വിനയൊക്കെ ഉണ്ട്. അത് സ്വഭാവത്തിലുണ്ടായ മതി. അതൊക്കെ ഉണ്ടാവും അമ്മേ. എന്തായാലും അമ്മയുടെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടല്ലേ കൃഷ്ണയെ കിട്ടു. അത് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. സമയത്ത് തന്നെ കിട്ടണം. ഓക്കെ. എടാ മഴക്കിന്, നമുക്കൊന്ന് ഗാഥയുടെ വീട് വരെ പോയാലോ? ഇപ്പൊ എന്തിനാ സാറേ? ഗാഥയെ കാണണമെന്നൊരു തോന്നല്, അയാളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനൊരു ഇഷ്ടം. സംഗതി കൊള്ളാം. പക്ഷെ ഈ ടീനേജ് കാമുകന്മാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കയറിയാലേ നവീൻ ഗോപാൽ വർമ്മയുടെ അന്തസ് അതിനൊരു പ്രശ്നമാവും. അതുകൊണ്ട് വേണ്ട സാറേ. പിന്നെ സാറിന് സംസാരിക്കാനാണെങ്കിൽ ഫോൺ ചെയ്താ പോരെ? സാറ് തനിച്ചിരുന്ന് സംസാരിച്ചോ. ഇവിടെ ഇപ്പൊ ആരും വരാൻ പോകുന്നില്ല. ഞാനും പോയേക്കാം. ഓ എന്റെ ദൈവമേ, എന്റെ സാറിന്റെ മുഖത്ത് ഈ ചിരി എന്നും നിലനിർത്തി തരണേ സാറേ. ഒന്നുമില്ലേലും പേടിക്കാതെ ജീവിക്കാലോ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഹലോ. ഹേ നവീൻ, ഇതെന്ത് പറ്റി? വല്ലാത്തൊരു ചേഞ്ച്. എന്ത് ചേഞ്ച്? ആസ് യൂഷ്വൽ ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെയല്ലേ? ഏയ്, കഴിഞ്ഞ ദിവസം താൻ എന്നോട് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന ആ സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതിപ്പോ കിട്ടുന്നില്ല. ഇപ്പൊ എനിക്ക് ആ ഗാഥയാണ് ഇഷ്ടം.